സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോകെമിസ്ട്രി ഭാഗമാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇനി അതിൽ പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞാണ്. ഇനി അതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ്, അല്ലെങ്കിൽ ആക്ടിവിറ്റി സീരീസ്. ഇലക്ട്രോകെമിക്കൽ സീരീസ് ഓർ ആക്ടിവിറ്റി സീരീസ്. ആ ഇലക്ട്രോകെമിക്കൽ സീരീസ് നോട്ടിൽ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ദി അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് എലമെന്റ്സ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു പേജില് ഫുൾ അതിന്റെ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ വാല്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്, ഫ്ലൂറിനിലാണ് അത് തുടങ്ങുക. ദെൻ ഫ്ലൂറിൻ അതിന്റെ കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് 2.87 വോൾട്ട് അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഏകദേശം അതിന്റെ സെന്ററിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്ത് വരും. ഇനി ഹൈഡ്രജന്റെ കേസിൽ എത്തുന്ന സമയത്ത് അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ 0യിലേക്ക് വരും. പിന്നെ മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്, അത് ലിഥിയമാണ് അതിനകത്ത് ഏറ്റവും താഴെ വരിക. അത് മൈനസ് 3.05 വോൾട്ട് ആണ്. അപ്പൊ ഇത്തരത്തില് ഫ്ലൂറിൻ മുതൽ ലിഥിയം വരെ ഈ ഒരു അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് എലമെന്റ്സ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ്. ദിസ് അറേഞ്ച്മെന്റ് ഈസ് കാൾഡ് ഇലക്ട്രോകെമിക്കൽ സീരീസ്, വിച്ച് ഈസ് അതർവൈസ് കാൾഡ് ആക്ടിവിറ്റി സീരീസ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് അതിന് പഠിച്ചുകൊള്ളുക. ദെൻ ഇനി നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 2-3 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് പറയുന്നു. അത് അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ് ആയിട്ടാണ് നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുക. ഒന്ന് അപ്ലിക്കേഷൻ, ഫസ്റ്റ് അപ്ലിക്കേഷൻ പറയുന്നത് കമ്പാരിസൺ ഓഫ് റിലേറ്റീവ് ഓക്സിഡൈസിംഗ് ആൻഡ് റെഡ്യൂസിംഗ് പവർ ഓഫ് ദി എലമെന്റ്സ് എന്നുള്ള ഒരു വസ്തുതയാണ്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇവിടെ ഫ്ലൂറിനാണ്, ഫ്ലൂറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് ഏറ്റവും കൂടുതലുള്ളത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലുള്ള ആള് സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിരിക്കും. സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിംഗ് ഏജന്റ് ഈ തരത്തിൽ നമുക്ക് പറയാം. അപ്പൊ രണ്ട് എലമെന്റ്സുകൾ തന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഇലക്ട്രോകെമിക്കൽ സീരീസിലെ മുകളിലുള്ള മുകളിലുള്ള എലമെന്റ് സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിരിക്കും. ഇനി താഴേക്ക് വരും നോക്കാം. താഴേക്ക് വരുന്ന കഴിഞ്ഞാൽ നമുക്ക് പറയാം ലിഥിയമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഏറ്റവും കുറവാണ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഏറ്റവും കൂടുതലാണ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടിയ ഈ ലിഥിയം അത് സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് ആയിരിക്കും. ഇത് നമുക്കറിയാം സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് ആണ്. സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് അതാണ് ലിഥിയം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ തരത്തിലാണ് നമ്മൾ പറയുക കമ്പാരിസൺ ഓഫ് റിലേറ്റീവ് ഓക്സിഡൈസിംഗ് ആൻഡ് റെഡ്യൂസിംഗ് പവർ ഓഫ് ദി എലമെന്റ്. ദെൻ ഇനി വേറെ ഒരു അപ്ലിക്കേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പ്രെഡിക്റ്റിംഗ് ദ ഫീസിബിലിറ്റി ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ. ഈ തരത്തിൽ നമുക്ക് പറയാം ഫീസിബിലിറ്റി ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ നമ്മൾ ഒരു ചോദ്യം ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. Can you place copper sulfate solution which is made in a pot of zinc pot? ഇത്തരത്തിൽ നമുക്ക് പറയാം സിങ്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രത്തില് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെക്കാൻ കഴിയുമോ എന്നുള്ള തരത്തില് ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കാം. അത് പബ്ലിക് എക്സാമിന് ഇത്തരത്തിലുള്ള ചോദ്യം വരാറുണ്ട്. ഈ അപ്ലിക്കേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിൽ പറയുക. അത് നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ ഒരു കൊട്ടേഷൻ മോഡൽ നമ്മൾ അതിന്റെ നോട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. A redox reaction is feasible only when the electron releasing species occupy a position lower in the series when compared to the electron accepting species. അങ്ങനെയാണ് അതിനകത്ത് നോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സിങ്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രത്തിൽ വെക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള തരത്തിലുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കടന്നു പോകണം. അതിന് ഇലക്ട്രോകെമിക്കൽ സീരീസ് വളരെ പെട്ടെന്ന് ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു സ്ലോഗൻ പഠിക്കൽ അത്യാവശ്യമാണ്. ആ സ്ലോഗൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് ആ സ്ലോഗൻ ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് എഴുതാം ലിപ്പോ കാസോ മാഗ്നാൽ ദെൻ സിങ്ക് ക്രോമിയം ദെൻ ഫെനീസൺ ദെൻ PbH2. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് പറയുക കാപ്പ ഉക്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് പറഞ്ഞു വെച്ച് നോക്കാം. ലിപ്പോ കാസോ മാഗ്നാൽ സിങ്ക് ക്രോമിയം ഫെനീസൺ PbH2 കാപ്പ ഉക്തു. ഇതെങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ഇത് താഴെ മുതൽ നമ്മൾ ഇങ്ങനെ എഴുതി പോവാം. ലിഥിയം ദെൻ പൊട്ടാസ്യം
then calcium, then sodium, then magnesium, then aluminium, magnesium കഴിഞ്ഞു, then aluminium, then zinc, then chromium, then iron, then nickel, ferricene, tin വരെയായി. then പിന്നെ ഇതിനകത്ത് പറയുക Pb, then H2. അത് കഴിഞ്ഞ് പിന്നെയുള്ള കോഡിങ് ഈ തരത്തിലാണ് നമ്മൾ കോഡ് ചെയ്ത് നോക്കുക. ഈ കപ്പ ഉറ്റെന്ന് എഴുതിയത് ആദ്യം ഈ രണ്ട് എലമെന്റ്സ് നോക്കുക, കണ്ടോ, Cu കോപ്പർ ആണ് ഇതിനകത്ത് വരുന്നത്. then പിന്നെ ഈ രണ്ട് എലമെന്റ്സുകൾ നോക്കുക, Ag കോപ്പർ, Ag സിൽവർ വരും. then പിന്നെ ഇങ്ങനെയാണ് വരിക, ഇത് Hg, ഇങ്ങനെ എഴുതാം, Hg എഴുതാം. then അതിനകത്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇത് ഈ തരത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്, പ്ലാറ്റിനം ആൻഡ് ഗോൾഡ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പ്ലാറ്റിനം ആൻഡ് ഗോൾഡ്. ഈ തരത്തിലുള്ള ഒരു സ്ലോഗനിലൂടെ നമുക്ക് എന്ത് ഓർത്ത് നോക്കാം, ആക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഓർത്ത് നോക്കാം. അപ്പൊ ആ സ്ലോഗൻ ഒന്നുകൂടെ പറയുന്നു, ലിപ്പോ കാൽസ്യം മാഗ്നൈറ്റ് സിങ്ക് ക്രോമിയം ഫെരീസൺ PbH2 കപ്പ O2, ഈ തരത്തിൽ പറയാം. അപ്പൊ ഇനി നമ്മൾ നേരത്തെ ഒരു ചോദ്യം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ക്യാൻ യു പ്ലേസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ പോട്ട് വിച്ച് ഈസ് മെയ്ഡ് ബൈ സിങ്ക് എന്നുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. സിങ്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് വെക്കാൻ കഴിയും എന്നുള്ളതാണ്. സിങ്ക് ഇലക്ട്രോൺ റിലീസിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, സിങ്കിന് ഇലക്ട്രോൺ റിലീസിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത് സിങ്ക് ഗീവ്സ് Zn2++2 ഇലക്ട്രോൺ. ഈ റിഡോക്സ് റിയാക്ഷൻ ഫീസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ പ്രഡിക്റ്റ്. അപ്പൊ ഇലക്ട്രോൺ റിലീസിംഗ് നമ്മൾ പറഞ്ഞ കൊട്ടേഷൻ ഇതാണ്, a redox reaction is feasible only when the electron releasing species occupy a position lower in the series when compared to the electron accepting species. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ സിങ്ക് Zn2++2 ഇലക്ട്രോൺ ആയി ഇലക്ട്രോൺ റിലീസിംഗ് സ്പീഷീസ് ആയി വരിക. അപ്പോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഒരു മെറ്റൽ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കോപ്പർ ആണ്. സിങ്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ താഴെയും അതുപോലെ കോപ്പർ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിലുമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ റിഡോക്സ് റിയാക്ഷൻ ഫീസിബിൾ ആണ്, സ്പോണ്ടേനിയസ് ആണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതുന്നത്, സിങ്ക് താഴെയാണ് കോപ്പർ മുകളിലാണ്. അപ്പൊ ഈ കോപ്പർ സൾഫേറ്റ് ആൻഡ് സിങ്ക് വരുന്ന ഈ റിഡോക്സ് റിയാക്ഷൻ എന്താണ്, ഫീസിബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ ആ റിഡോക്സ് റിയാക്ഷൻ ഫീസിബിൾ ആണ്. ചുരുക്കിയ ഉത്തരം ഇങ്ങനെയാണ് നമ്മൾ പറയാം. ക്യാൻ യു പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നാണ് അതിന്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. വേറെ ഒരു കേസ് നമുക്ക് ആലോചിച്ച് നോക്കാം, ഫെറസ് സൾഫേറ്റ് ഇൻ നിക്കൽ. വേറെ ഒരു കേസ് നമ്മൾ പറയുകയാണ്, ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ നിക്കൽ കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ വെക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ റിലീസിംഗ് സ്പീഷീസ് നിക്കലാണ്. അപ്പൊ ആ നിക്കല് താഴെയും അതേപോലെ തന്നെ ഇവിടെ ഇലക്ട്രോൺ ആക്സെപ്റ്റിംഗ് സ്പീഷീസ് അയൺ മുകളിലുമായിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയാണോ വരുന്നതെന്ന് നോക്കുക. കണ്ടോ, ഫെനീസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിക്കല് താഴെയല്ല, ഇലക്ട്രോകെമിക്കൽ സീരീസില് നിക്കൽ താഴെയല്ല. അപ്പൊ ഇത് ഇൻവോൾവ് ചെയ്യുന്ന ഈ റിഡോക്സ് റിയാക്ഷൻ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ എന്ന് പറഞ്ഞാൽ we can place ferrous sulfate solution in a pot which is made of nickel. അപ്പൊ ഈ തരത്തിലാണ് അതിന്റെ രണ്ട് വെറൈറ്റി ഓപ്ഷൻസ് ആയി. ഇപ്പൊ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഈ തരത്തിലാണ് നമ്മൾ പറയുക. ഇത് ക്ലിയർ ആയിട്ട് ഓർത്തു നോക്കുക. ഇനി വേറെ ഒരു കേസ് ഓർത്തു നോക്കും. മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, we can predict whether a metal can evolve hydrogen gas from an acid or not. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സൾഫ്യൂരിക് ആസിഡ് H2SO4 എടുത്തിട്ടില്ല, ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് എടുത്തു, അതിലേക്ക് സിങ്ക് ഗ്രാനുൾസ് ഇട്ട് കഴിഞ്ഞാൽ സിങ്കിന് സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ആസിഡ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് കഴിയും. ഇത് നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ്, സിങ്ക് സൾഫേറ്റ് പ്ലസ് H2 ഗ്യാസ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് പോകും. അപ്പൊ അതിന് കഴിയുമോ ഇല്ല എന്ന് നോക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക, ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജന്റെ താഴെയുള്ള എല്ലാ എലമെന്റ്സിനും മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആയിരിക്കും. അങ്ങനെ മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ള എല്ലാ എലമെന്റ്സിനും ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അത്തരത്തിലുള്ള മെറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് മെറ്റൽസ് എന്നാണ് അതിനെ പറയുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്ലിക്കേഷൻ ഇതാണ്, വെദർ മെറ്റൽ ക്യാൻ ഇവോൾവ് ഹൈഡ്രജൻ ഫ്രം ആൻ ആസിഡ് ഓർ നോട്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇലക്ട്രോകെമിക്കൽ സീരീസിലെ ഹൈഡ്രജന്റെ താഴെ ഉള്ള എലമെന്റ്സ്,
അതിനൊക്കെ മിക്കവാറും മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ടാവുക. മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ള എല്ലാ എലമെന്റ്സിനും, സോ ദ എലമെന്റ്സ് വിച്ച് ആർ occupying below hydrogen in the activity series is having with a minus reduction potential, they have got a capacity to displace hydrogen gas from the acid. So such type of the metals are called the active metal. Active metals an example ആയിട്ട് നമുക്ക് ഇതൊക്കെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഹൈഡ്രജന്റെ താഴെയുള്ള ബാക്കി ഇതൊക്കെ മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ടാവുക. ഈ എലമെന്റ്സിനൊക്കെ ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് നോക്കുക. സൾഫ്യൂരിക് ആസിഡ് ആണ് എടുത്തിട്ടുള്ളത്, അതിൽ ഹൈഡ്രജൻ ഗ്യാസ് അതിനകത്ത് ഉണ്ടാവും. സിങ്ക് മെറ്റൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഹൈഡ്രജന്റെ താഴെയാണ് സിങ്ക് മെറ്റൽ കിടക്കുന്നത്. അതുകൊണ്ട് ആസിഡിൽ ആയ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സിങ്കിന് കഴിയും. അപ്പൊ സിങ്ക് ഒരു ആക്റ്റീവ് മെറ്റലാണ്. ഇത്തരത്തിലാണ് അത് പറയുക. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞു EMF ഓഫ് ദ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാം. അതൊരു എക്സാമ്പിൾ സൈഡ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. EMF സെല്ല് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് E0 സെൽ, ഇതാണ് ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്. E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഈ തരത്തിലാണ് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ കമ്പാരിറ്റീവ്ലി രണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നു കഴിഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആള് കാഥോഡും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആള് ആനോഡും. അത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. E0 സെല്ല് കണ്ടുപിടിക്കുമ്പോൾ വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് E0 സെല്ല് കണ്ടുപിടിക്കാം. സോ ദീസ് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ദ ഇലക്ട്രോകെമിക്കൽ സീരീസ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് അത് പറഞ്ഞു റിവൈൻഡ് ചെയ്യാം. എലമെന്റ്സുകളുണ്ട്, വേരിയസ് എലമെന്റ്സിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. 4 അപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കമ്പാരിസൺ ഓഫ് ദ റിലേറ്റീവ് ഓക്സിഡൈസിംഗ് ആൻഡ് റെഡ്യൂസിംഗ് പവർ ഓഫ് ദ എലമെന്റ് ആണ്. അതിൽ പറഞ്ഞു ഏറ്റവും ഇലക്ട്രോകെമിക്കൽ സീരീസിലെ മുകളിലുള്ള ആള് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിംഗ് ഏജന്റും താഴെയുള്ള ലിഥിയം സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റും ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ റിഡോക്സ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ ഫീസിബിൾ ആണോ എന്നുള്ളത് എങ്ങനെയാണ് പറയുക എന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സാമ്പിൾ സൈഡിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ആസിഡിൽ നിന്ന് ഒരു മെറ്റലിന് ഹൈഡ്രജൻ ഗ്യാസിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള തരത്തിലാണ്. അവസാനം പറഞ്ഞത് EMF ഓഫ് ദ സെല്ല് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. E0 സെൽ എന്ന് പറഞ്ഞാൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള ഭാഗം ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.